ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് വരടിയാട്ടിൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പോൾ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ, കാരണം എല്ലാ ഫാദേഴ്സിനും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കണം, എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം. കാരണം നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മുടെ ഭാര്യമാരാണല്ലോ എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സൺഡേയിലോ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പാസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. പാസ്ത ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം പാസ്ത കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്ത ഇത് ഗോതമ്പ് പാസ്തയാണ്. അപ്പോൾ ഗോതമ്പ് പാസ്ത വാങ്ങിച്ചു, ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചു. നിറച്ച് വെള്ളം വെച്ചതിന് ശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ ഒരു കോർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ആ വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പാസ്ത ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ അതിലിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് അവനെ നന്നായിട്ട് ബോയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസ്ത നന്നായി വെന്ത് കിട്ടും. വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളിവിടെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് കുറച്ച് ഐറ്റംസ്, 2 പച്ചമുളകുണ്ട്, പിന്നെ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് തക്കാളി. ഇതാണ് ഈ ഒരു പാസ്ത ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ അടുത്ത് വന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് നമ്മൾ ഇത് കത്തിക്കുന്നു. ചീനച്ചട്ടി എടുത്ത് നമ്മൾ കത്തിച്ചതിന് ശേഷം ഇത് ചൂടാവുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ പതുക്കെ ഇത് എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കും ഇതെന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചീനച്ചട്ടി ഇപ്പോൾ എന്താ പറയുക, ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് പച്ചമുളക് ഇടുന്നു. പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സബോള നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ കൂട്ടി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു മുട്ടയുടെ എന്താ പറയുക ജസ്റ്റ് കുരുമുളക് എല്ലാം കൊത്തിപ്പൊരിച്ചിട്ട് അതിനോട് കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ ഹാപ്പി സൺഡേ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ബൈ.